ആരും കഴിയില്ല അങ്ങനെ കരഞ്ഞ് തലനാട്ടിപ്പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. കഴിഞ്ഞ 50 ദിവസമായി ഈ തെരുവോരത്തിരിക്കുന്ന കഴിഞ്ഞ ഇവിടേക്ക് പൂർണ്ണമായിട്ടും തളർന്നുപോയി. തുടർന്നാണ് അവര് ആശാപ്രവർത്തകരെല്ലാരും കൂടി പരസ്പരം കെട്ടിപ്പിടിച്ചിരുന്ന കരയുകയാണ്. ആവശ്യമായ കൂലി കിട്ടണം എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയില്ലെങ്കിലും അതിജീവനത്തിന്റെ രാഷ്ട്രീയമാണ് നമ്മൾ തെരഞ്ഞെടുത്ത നമ്മുടെ ജനപ്രതിനിധികൾ ഈ സമരത്തോട് മുഖം തിരിക്കും. ഈ ഗവൺമെന്റ് അതിന്റെ സ്വഭാവം രക്ഷിച്ചുകൊണ്ട് മലപ്രദേശത്തേക്ക് പോയിക്കൊണ്ട് നമ്മളെ ഈ തെരുവിലിട്ട് കൊല്ലാക്കൊല ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്ത്രീകളുടെ പ്രതിഷേധമാണത്. ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഞങ്ങളുടെ മുഴുവൻ ആശാവർക്കർമാരും തലകെട്ടി പിടിച്ചിട്ടാണ് ഈ മുടി മുറിക്കാൻ എത്തിയിരിക്കുന്നത്. ആരും കഴിയില്ല അങ്ങനെ കരഞ്ഞ് തലകെട്ടിപ്പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ചെയ്യില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുടി മുറിക്കുന്നത്. ഇന്നിവിടെ നടക്കുന്ന ഈ കേരളമെമ്പാടും പരത്തട്ടെ എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. എല്ലാവരും ചോദിക്കുന്നത് പോലെ വളരെ വൈകാരികമായ ഞങ്ങൾക്ക് മതിയാവില്ലെന്ന് പറയുമ്പോൾ ഞങ്ങളെ വീണ്ടും വീണ്ടും ആക്ഷേപിച്ച് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഈ ആക്ഷേപങ്ങൾ ഞങ്ങൾ പുറക്കില്ല. ആശാപ്രവർത്തകർ അവരെ പൂർണ്ണമായിട്ടും നിർമ്മാണം ചെയ്തിരിക്കുകയാണ്. അവരേതാണ്ട് പൂർണ്ണമായിട്ടും തളർന്നുപോയി. ഇത് സർക്കാർ കണ്ണു തുറക്കണം. അധികാരികളുടെ ഞങ്ങളെ ചങ്ങാർക്ക് പ്രതികരിക്കണം. ഭാഗത്ത് നിന്ന് ഇനി ഒരു ചർച്ച ഉണ്ടാവണമെന്ന് ആവശ്യമില്ലേ? ആവശ്യമുണ്ട്. ഈ 3 പേരുടെയും നമ്മളെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി ചർച്ച ചെയ്തിരിക്കണം. ചർച്ച ചെയ്ത് തീരുമാനം എടുത്തിരിക്കണം. ഞങ്ങൾ ഈ പാവപ്പെട്ട ഞങ്ങൾ ഈ ആശമാർ 32 രൂപയ്ക്ക് ജോലിയാണ് ആശമാർ പറയുന്ന വാക്ക്. ഞങ്ങൾ തീരുമാനം എടുത്തിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത് എന്താണ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞില്ല. പക്ഷെ റോഡ ഉപരോധ വേറെ ഒന്നുമല്ല, സ്വന്തം ജീവന നശിപ്പിക്കും. സ്വന്തം ജീവൻ നശിപ്പിക്കും. അത്രയേ ഉള്ളൂ. ഞങ്ങൾ ഇനി ഇതിലപ്പുറം എങ്ങനെ ക്ഷമിക്കണം, എങ്ങനെ സഹിക്കണം? 32 രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലൊക്കെ കുടുംബം നോക്കാൻ പറ്റുമോ? വെറും 32 രൂപയ്ക്കാണ് ഞങ്ങൾ ജോലിക്ക് പോകുന്നത്. നിങ്ങൾ വെറും 32 രൂപയ്ക്ക് എത്ര വർഷം കൊണ്ട് ചെയ്യുന്നറിയാം. ഞങ്ങൾ ഓണർ അറിയാമോ? 21,000 രൂപ 62 വയസ്സിൽ പറഞ്ഞയക്കുന്നു. 5 ലക്ഷം രൂപയും തരണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ആരോ ഞങ്ങൾക്ക് തള്ളി ഉണ്ടിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ യഥാർത്ഥ ആശമാരല്ലെന്നാണ് പറയുന്നത്. ഞങ്ങൾ
സ്വന്തം യഥാർത്ഥ ആശന്മാരാണ്.